പുതുക്കുളം ദേശനിവാസികൾക്ക് ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങളെ അറിയിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ദേശത്തെ അഭിസംബോധന ചെയ്ത് ചില മിനിറ്റുകൾ ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ സംസാരിപ്പാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. മദ്യവും മയക്കുമരുന്നും സമൂഹത്തിൽ അനവധി തകർച്ചകൾ, പ്രശ്നങ്ങൾ ഓരോ ദിവസവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. യൗവനക്കാർ വിലങ്ങിലും ജയിലിലും ഒക്കെ അകപ്പെട്ട് എത്രയോ പേർ സമാധാനമില്ലാതെ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, നല്ല ആഹാരം കൊടുത്ത്, നല്ല നിലകളിൽ തന്റെ കുഞ്ഞെത്തണമെന്ന ആഗ്രഹത്തിൽ കഠിനാധ്വാനം ചെയ്ത് വളർത്തുന്ന മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് വിറങ്ങൽ സൃഷ്ടിച്ചുകൊണ്ട് എത്രയോ യൗവനക്കാർ ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ഇങ്ങനെയാണ്. വേടൻ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ബോധവൽക്കരണ സന്ദേശങ്ങളൊക്കെ കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മദ്യത്തിന് അടിമയായി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗാങ് 9 അംഗ സംഘം മദ്യത്തിന് അടിമയായി. പോലീസുകാർ അവന് വിലങ്ങ് വെച്ചുകൊണ്ട് ജയിലിനകത്തേക്ക് അടയ്ക്കപ്പെടുന്ന സാഹചര്യം. ജാമ്യമില്ലാത്ത തരത്തിൽ ചെറുപ്രായത്തിൽ, യൗവനപ്രായത്തിൽ ജാമ്യമെടുത്തവനെ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ ജയിലിന്റെ അകത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായ വാർത്തകൾ നമ്മൾ കേട്ടു. ചെറുപ്പക്കാരിയായ സഹോദരി ഭർത്തൃവീട്ടിൽ സ്വന്തം ഭർത്താവിന്റെയും ഭർത്തൃമാതാവിന്റെയും ക്രൂരമായ പീഡനങ്ങൾക്കിരയായി ആഹാരം കഴിക്കാതെ, ആമാശയത്തിൽ ആഹാരമില്ല എന്ന ചെക്കപ്പിൽ തെളിഞ്ഞ നിലയിലുള്ള വാർത്തകൾ നമ്മൾ ഇന്നലെ കേട്ടു. 2 കുഞ്ഞുങ്ങളുടെ അമ്മ, ചെറുപ്പക്കാരി, സ്വപ്നത്തോടെ ജീവിക്കുവാൻ സ്വന്തം വീട് വിട്ട് ജീവിത സ്വപ്നത്തോടെ ഇറങ്ങിത്തിരിച്ച സഹോദരി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മതകൊലപാതകങ്ങൾ, സ്വന്തം പിറപ്പുകളെ പോലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത, ജന്മം കൊടുത്ത മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത, സ്നേഹമറ്റുപോയൊരു കാലഘട്ടം, സ്നേഹമറ്റുപോയൊരു തലമുറ. ഇതിന്റെ എല്ലാം പുറകിലെ കാരണം എന്താണ്? ഒരു യൗവനക്കാരനായി അതേ പ്രായത്തിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ, പ്രാഗൽഭ്യത്തോടെ ഈ പരസ്യ സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയാൻ കഴിയും, അവരെ പോലെ എവിടെയൊക്കെയോ ഞങ്ങളും തകരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, ചെറിയ പ്രായത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇംഗിലാവ് വിളിച്ചു നടന്നൊരു സമയം ഞങ്ങൾക്കുമുണ്ട്. ഒരുവനോട് എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് ചോദിക്കുന്ന തരത്തിൽ അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കുന്ന, വിദ്വേഷത്തോടെ വന്നാൽ തിരിച്ചു വിദ്വേഷത്തോടെ പെരുമാറുന്ന ഒരു യൗവനപ്രായം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന, സാമൂഹ്യ തിന്മകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന, ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നല്ലൊരു മകനാക്കി ഞങ്ങളെ മാറ്റാൻ കഴിയുന്ന, ഞങ്ങളുടെ സമൂഹത്തിന് നല്ലൊരു സാമൂഹിക പ്രവർത്തകനാക്കി ഞങ്ങളെ തീർത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങളുടെ അനുഭവങ്ങളെ ഉദ്ധരിച്ചു പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ഈ സന്ദേശം ഇവിടെ ഉയർത്തുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തും നിങ്ങളുടെ തലമുറയ്ക്കകത്തും മാറ്റങ്ങൾ വരും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എന്നതിൽ സംശയമില്ല, 2 പക്ഷമില്ല. എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് അല്ലമീൻ, ചെറുപ്പക്കാരനായ യുവ ശുശ്രൂഷകൻ. ഞങ്ങളോടൊപ്പം പല വേദികളിലും അദ്ദേഹം പ്രസംഗിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ നിൽക്കുന്നു, ഷിഹാബുദ്ദീൻ. പേര് കേട്ടാൽ നിങ്ങൾക്കറിയാം, മുസ്ലിം സമുദായത്തിൽ നിന്ന് വടിവാളും കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇടപെട്ടിരുന്നൊരു വ്യക്തിയാണ്. അതെല്ലാം ഉപേക്ഷിച്ച് ഇന്നൊരു സുവിശേഷകനായി ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങളെ വിടുവിച്ച കർത്താവ് യേശുവിനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. പുതുക്കുളം ദേശത്തെ ദേശനിവാസികളെ അഭിസംബോധന ചെയ്ത് ഇന്ന് പകരം സംസാരിക്കുന്നത് പാസ്റ്റർ വിൽഫ്രഡ് മിഗായേൽ എന്ന ദേവദാസനാണ്. ചില മിനിറ്റുകൾ നിങ്ങളോട് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, തിരുവചനത്തെക്കുറിച്ച്, തന്റെ അനുഭവങ്ങളെ ഉദ്ധരിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ശ്രദ്ധയെ ഈ മൈക്ക് പോയിന്റിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൂരത്തും ചാരത്തും ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രഭാതം മുതൽ വിവിധ ഇടങ്ങളിൽ
മദ്യം, മയക്കുമരുന്ന് അതിന്റെ ഉപയോഗത്തിന് എതിരായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോധവൽക്കരണ സന്ദേശയാത്രയുടെ ഭാഗമായി കടന്നു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം ദാനമായി നൽകി. അല്പസമയം ഈ പ്രദേശ നിവാസികളുടെ ശ്രദ്ധയെ ഞങ്ങൾ ചോദിച്ചുകൊള്ളുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് അതിദുരിതം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. സകല സൃഷ്ടിക്കും അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആയുസിന്റെ അന്ത്യത്തിലേക്ക് കാലം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ നാം പാർക്കുന്ന ഭൂമി, സകല ജീവജാലങ്ങൾ, മറ്റ് ഗ്രഹങ്ങൾ, ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നൽകിയിരിക്കുന്ന ആയുസിന്റെ അന്ത്യത്തിലേക്ക് കാലം കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായ ലക്ഷണങ്ങൾ വിവിധ മേഖലകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി അത് കുടിച്ച രക്തം നിമിത്തം, അതിൽ അധിവസിക്കുന്ന മനുഷ്യരുടെ പാപം നിമിത്തം ഭൂമി കിടുകിട കീറുന്നു, പൊടുപൊട പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ അകൃത്യം അതിന് താങ്ങുവാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെയും എല്ലാ മേഖലകളിലും മനുഷ്യന്റെ പാപം നിമിത്തം അരാജകത്വം കുടികൊള്ളുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഒരു 10-40 വർഷം പുറകോട്ട് നാം ഒന്ന് ചിന്തിച്ചാൽ ഇങ്ങനെ അല്ലായിരുന്നു നമ്മുടെ കേരളക്കര. ജയിലറകളൊക്കെ സന്ദർശിച്ചാൽ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് പിടിക്കപ്പെട്ട വ്യക്തികളെ 1-2 വർഷം അല്ലെ 6 മാസം നല്ല നടപ്പിന് വിധിക്കപ്പെട്ട ആൾക്കാരെ കാണുവാൻ സാധിക്കും. ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടവർ ചുരുക്കം മാത്രമേ ഉള്ളൂ. എന്നാൽ കാലം കഴിഞ്ഞു ഒരു 40 വർഷം 50 വർഷം ഇങ്ങോട്ട് പിന്നിട്ടാൽ ജയിലറകളെ നമ്മൾ സന്ദർശിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനകത്ത് പീഡന കേസിൽ അകപ്പെട്ട വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒന്നാമനായി നിൽക്കുന്നത് വളർത്തച്ഛനും 2 സ്വന്തം അച്ഛനും സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പീഡനക്കേസിൽ അകപ്പെട്ട ഗുരുവരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അധ്യാപകരെ കാണുവാൻ സാധിക്കും. എന്തിന്? മത അധ്യക്ഷന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. കൊലപാതക കേസുകൾ പിടിക്കപ്പെട്ടവർ എണ്ണം നോക്കിയാൽ അപ്പനെയോ അമ്മയോ വധിച്ചതിനെ കാണുവാൻ സാധിക്കും. അടുത്തൊരാൾക്ക് അടുത്ത ദിനങ്ങളിൽ വിധി പറയാൻ പോവുകയാണ്. അപ്പനെയും അമ്മയും സഹോദരിയെയും കൊല ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ചുള്ളത് അടുത്ത ദിവസം വിധി പറയാൻ പോവുകയാണ്. വിചാരണയൊക്കെയും കഴിഞ്ഞു. സഹോദരനെ കൊന്ന സഹോദരനെ കാണുവാൻ സാധിക്കും. മക്കളെ കൊന്ന മാതാപിതാക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു നമ്മുടെ കേരളം. സമാധാനത്തിന്റെ കേരളമായിരുന്നു, ശാന്തിയുടെ കേരളമായിരുന്നു. എല്ലാ മേഖലകളും അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ കേരളക്കര. കേരളക്കരയിൽ പോലീസ് സ്റ്റേഷന്റെ എണ്ണം കുറവായിരുന്നു. പോലീസ് സ്റ്റേഷൻ ഉണ്ടായാൽ തന്നെ അതിൽ പോലീസുകാരുടെ എണ്ണം 1-2 പേരൊക്കെ ഉള്ളായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. കേരള നിവാസികളിൽ ക്രൂരകൃത്യങ്ങൾ വർദ്ധിച്ചപ്പോൾ പോലീസ് സ്റ്റേഷന്റെ എണ്ണം വർദ്ധിച്ചു. അതിൽ പോലീസുകാരുടെ എണ്ണം വർദ്ധിച്ചു. അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വണ്ണം അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. മദ്യത്തിന്റെ ഉപയോഗം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മയക്കുമരുന്ന് ഉപയോഗം യുവതലമുറകൾ മുതൽ അങ്ങ് മുതിർന്നവരെ കൂടെ ഉള്ളിലും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ നല്ല മാന്യതയോടെ ജീവിക്കുന്ന വ്യക്തികൾ, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന വ്യക്തികൾ പോലും മയക്കുമരുന്നിനടിമയാണ്. ആ പത്രവാർത്ത കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. എനിക്ക് മുമ്പ് എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ കർത്തദാസൻ ഒരു പൈതലിന്റെ പേരിവിടെ പറയാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗത്തിന് അത് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത യുവതലമുറയുടെ ഹരമായിരിക്കുന്ന ഒരു വ്യക്തി, സിനിമാ നടനായാലും യുവതലമുറയുടെ ഹരമായിരിക്കുന്ന വ്യക്തി, ഇവരുടെയൊക്കെ ഫാൻസാണ് ഇന്നത്തെ യുവതലമുറ. എന്ത് സന്ദേശമാണ് ഇവർ സമൂഹത്തോട് കൊടുക്കുന്നത്? വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അല്ല.
ഇവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല മാതാപിതാക്കളുണ്ട്, നല്ല പാരമ്പര്യമുണ്ട്, നല്ല സാഹചര്യത്തിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ഇതിനൊക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്ന. കാരണം ഹൈബ്രിഡ് കഞ്ചാവ്, MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ വാങ്ങണമെങ്കിൽ ചെറിയ തുകയൊന്നും പറ്റത്തില്ല, അതിന് നല്ല തുക തന്നെ വേണം. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് ഇതൊക്കെയും ചെയ്യുന്നത്. ഇതിൽ മെഡിക്കൽ സ്റ്റുഡൻസും ഉണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ക്യാൻസർ പോലുള്ള അർബുദ രോഗങ്ങൾക്ക് വേദന സംഹാരിയായി കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കാത്ത ആ വേദന സംഹാരികളായ മരുന്നുകളെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസിന്റെ എണ്ണം കുറവല്ല, അത് കൂടുതലാണ്. ഇങ്ങനെയുള്ള മരുന്നുകൾ തന്റെ ശരീരത്തിൽ കുത്തിവെച്ചാൽ അത് എന്ത് സംഭവിക്കുമെന്ന് ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഉപരിയായി അറിയാവുന്നവരാണ് ഈ മെഡിക്കൽ സ്റ്റുഡൻസ്. എന്നിട്ടും അവർ അത് ചെയ്യുന്നു. പകലന്തിയോളം അധ്വാനിച്ച അധ്വാന ഫലത്തെ ബിവറേജസിൽ കൊണ്ടുപോകാൻ മടിയില്ലാത്ത അധ്വാനശീലരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്തും ജോലി ചെയ്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച് 1000 1100 കിട്ടുന്ന ആ തുകയുടെ നല്ലൊരു ഭാഗവും മദ്യശാലയിൽ കൊടുക്കാൻ മടിയില്ലാത്ത സഹോദരങ്ങളുടെ എണ്ണം കേരളക്കരയിൽ വർദ്ധിച്ചു വരികയാണ്. ഒരു മദ്യക്കുപ്പി വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, മദ്യപാനം ശരീരത്തിന് ഹാനികരമാണ്. ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചാൽ അതിനകത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുകവലി ശരീരത്തിന് ഹാനികരമാണ്. അത് ക്യാൻസർ പോലുള്ള അർബുദ രോഗങ്ങൾ ഉളവാക്കുന്നു. ചില സിഗരറ്റ് പാക്കറ്റിനകത്ത് തന്നെ ആ രോഗത്തിന്റെ പിക്ചർ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചറിയുവാൻ വിദ്യാഭ്യാസമുള്ള കേരളീയരുടെ ഇടയിലാണ് ഇതിന്റെ ഉപയോഗം കൂടുതലെന്ന് പറയുമ്പോൾ നാം ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, 100% സാക്ഷരതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളക്കര. ഇപ്പൊ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. അപ്പൊ വിദ്യാഭ്യാസമല്ല, നല്ല അധ്യാപകരില്ലാഞ്ഞിട്ടല്ല, നല്ല ഗുരുവരന്മാരില്ലാഞ്ഞിട്ടല്ല, നല്ല മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന മത അധ്യക്ഷന്മാരില്ലാഞ്ഞിട്ടല്ല, നല്ല മാതാപിതാക്കളുടെ പരിപാലനമില്ലാഞ്ഞിട്ടല്ല, നല്ല സാഹചര്യത്തിൽ ജനിക്കാത്തത് കൊണ്ടോ വളരാത്തത് കൊണ്ടോ അല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ അതിക്രമങ്ങൾക്ക് മാത്രം ഒരു കുറവുമില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈശ്വരവിശ്വാസം കുറവായിട്ടാണോ? അല്ല, അതുമുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ ചെയ്യുന്നത് നിരീശ്വരവാദികളല്ല. അവരെന്തോ ഒരു 0.1% താഴെയുള്ളൂ ഈ കേരളക്കരയിൽ നിരീശ്വരവാദികൾ. അപ്പൊ ഈശ്വരവിശ്വാസികളായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കിലൊക്കെ പോകുന്നവർ, നിസ്കരിക്കുന്നവരൊക്കെയും അതിൽ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അവിടെയാണ് നമുക്ക് ലജ്ജാകരമായ സംഗതിയായിട്ട് ഇത് തോന്നുന്നത്. ഇതൊക്കെയുമുണ്ട്. ഗുണദോഷിക്കാൻ മാതാപിതാക്കളുണ്ട്, മത അധ്യക്ഷന്മാരുണ്ട്, ഗുരുവരന്മാരുണ്ട്. കോളേജുകളിൽ കഴിഞ്ഞ നാളുകളിൽ ഇല്ലാത്ത നല്ല കൗൺസിലിംഗ് ക്ലാസുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ എല്ലാം കോളേജുകളിൽ നടക്കുന്നുണ്ട്, ഔട്ട് ഓഫ് സിലബസ് ആയിട്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നു? അവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിഷയം. മനുഷ്യൻ ജന്മനാ പാപിയാണ്. നീതിമാനായ ഒരു വ്യക്തിയുമില്ല. ഒരു മനുഷ്യൻ അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് പാപത്തിലാണ്, ജനിച്ചു വീഴുന്ന പാപത്തിലാണ്, വളരുന്നത് പാപത്തിലാണ്, ജീവിക്കുന്നതെല്ലാം പാപത്തിലാണ്. അതുകൊണ്ട് പാപത്തിൽ ഉരുവായി പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിന്റെ ഭോഗശക്തി അവനിൽ വശീകരിച്ചുകൊണ്ട് അവൻ പാപത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. അവനിൽ പകയുളവാകുന്ന ഒരു ചെറിയ വിഷയത്തിന് പോലും അമ്മയപ്പന്മാരെ മർദ്ദിക്കുവാൻ, കെട്ടിയിടുവാൻ, കാലിലെ ചെരുപ്പൂരി തല്ലുവാൻ മടിയില്ലാത്ത തലമുറകളായി നമ്മുടെ തലമുറകൾ മാറുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ സുബോധത്താലല്ല അത് ചെയ്യുന്നത്. അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപം. എന്നാൽ ഈ കുറ്റകൃത്യത്തിന് ശേഷം അവൻ പിടിക്കപ്പെട്ട ജയിലറയിലാവുമ്പോൾ മുട്ടുകുത്തി നിലവിളിച്ച് കരയുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ പാപത്തിന് നമ്മൾ പരിഹാരം കാണണം. ഈ പാപം ഉളവാക്കുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് പരിഹാരം കാണണം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ ആയി ജീവിക്കാനല്ല സഹോദരങ്ങളെ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവ സ്വഭാവം പ്രകടമാക്കുന്നവരായിരിക്കണം. ദൈവ സ്വഭാവത്തിന്റെ ഒന്നാമത്തെ പാർട്ട് ദൈവം സ്നേഹമാകുന്നു.
അപ്പൊ സ്നേഹമാകുന്ന ദൈവം മനുഷ്യനെ തന്റെ രൂപത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത് മനുഷ്യൻ സ്നേഹം പ്രകടമാക്കുന്നവനായി തീരണം, ദൈവസ്നേഹം പ്രകടമാക്കുന്നവനായി തീരണം. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവചനം ഇങ്ങനെ പറയുന്നു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? മനുഷ്യനെ ഭൂമിയിൽ വാഴുവാൻ ഒരുവനിൽ നിന്നും സകല ജാതികളെയും അവൻ ഉളവാക്കി. ഈ ഭൂമിയിൽ വാഴുന്ന സകല മതവിഭാഗക്കാരും സകല ജാതിക്കാരെയും ദൈവം ഉളവാക്കിയത് ഒരുവനിൽ നിന്നാണ്. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആർക്കെതിരെയാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്? അവർ നിന്റെ സഹോദരനാ. ആർക്കെതിരെയാണ് ക്ഷുദ്രവും മന്ത്രവാദവും ചെയ്യുവാൻ നിങ്ങളുടെ പണം ചെലവാക്കുന്നത്? അവർ നിങ്ങളുടെ സഹോദരനാണ്. ആരെയാണ് പകയോട് നോക്കുന്നത്? അവൻ നിങ്ങളുടെ സഹോദരനാണ്. വചനം പറയുന്നു, ഭൂമിയൊക്കെ അടക്കി വാഴുവാൻ ഒരുവനിൽ നിന്ന്, നാം എല്ലാം ഒരുവനിൽ നിന്ന് ഉളവായ സൃഷ്ടിയാണ്. അപ്പോ ഈ പാപത്തിന് നമുക്ക് പരിഹാരം കാണാത്തിടത്തോളം കാലം ആ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് പ്രകടമാക്കുവാൻ സാധിക്കുകയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നാം സ്നേഹമുള്ളവരായി സ്നേഹം പ്രകടിപ്പിക്കണം, സകല ജീവജാലങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അല്ലെന്നാൽ പാപത്തിൽ ഉരുവായി പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അതിന് സാധ്യമാകുകയില്ല. ആ പാപത്തിന് പരിഹാരം നാം കാണണം. ആ പാപത്തിന്റെ പരിഹാരം എങ്ങനെ കാണുവാൻ സാധിക്കും? ഒരു മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ സാധിക്കുമോ? സയൻസിന് സാധിക്കുമോ? സാങ്കേതിക വിദ്യകൾക്ക് അങ്ങനെയെങ്കിൽ എന്നേ ലോകം രക്ഷപ്പെട്ടു പോകുമായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ പോകും, പോയിക്കോ. വേണമെങ്കിൽ സൂര്യനിലും പോകാം, പോയിക്കോ. പക്ഷേ പാപത്തിന് മാത്രം പരിഹാരം കാണുവാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ അത് അവൻ ചെയ്ത് ദൈവത്തോടാ. ദൈവത്തിന് അകന്നു പോയതാ പാപം. ദൈവം ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്തതാണ് പാപം. ദൈവം ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാത്തതാണ് പാപം. അങ്ങനെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്തെന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് പൽക്കാലം ആ പാപത്തിന് നാം പരിഹാരം വരുത്തിയേ മതിയാകൂ. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക്, അവന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങൾക്ക്, തത്വചിന്തകൾക്ക്, ഇസങ്ങൾക്ക് പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കില്ല. അവിടെയാണ് മാനവരാശിക്ക് വേണ്ടി ദൈവകൃപ ഉദിച്ചത്. കാലത്തിന്റെ തികവിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവാകുന്ന ദൈവത്തിന്റെ വെളിപ്പെട്ട പ്രതിമമായിരുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ ജഡാവതാരമെടുത്തു വരുവാനിടയായി തീർന്നു. പാലസ്തീന്റെ മണ്ണിൽ ആ ക്രിസ്തു മനുഷ്യനായി പിറന്നു, മനുഷ്യരുടെ ഇടയിൽ പാർത്തു, മനുഷ്യർക്ക് പലതും പഠിപ്പിച്ചു. ഒന്ന് മനുഷ്യനെ പഠിപ്പിച്ചത് ദൈവം ആരാകുന്നു ദൈവം? മനുഷ്യന്റെ ചിന്തയിലെ സങ്കല്പങ്ങൾക്കൊത്തോണം രൂപം മാറുന്ന, സ്വഭാവം മാറുന്ന ഒരു വ്യക്തി അല്ല ദൈവം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, തന്റെ സ്വഭാവത്തെ ത്യജിച്ചു കളയുവാൻ ദൈവത്തിന് ഒരു നാളും സാധിക്കുകയില്ല. അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം മാറും, ഭൂമി മാറും, പക്ഷെ ആ വചനത്തിന് മാറ്റം വരികയില്ല. ആ ദൈവം പാപം ചെയ്ത മനുഷ്യനെ നോക്കി പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റുവാൻ ഇവിടുത്തെ ഒരു തത്വചിന്തകന്മാർക്കും സാധിക്കുകയില്ല, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും സാധിക്കുകയില്ല, ഒരു മതഗുരുവരന്മാർക്കും സാധിക്കുകയില്ല. അത് ദൈവം തിരുവായി ഒഴിഞ്ഞു പറഞ്ഞതാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന്. അങ്ങനെയെങ്കിൽ പാപം ചെയ്ത ദേഹി മരിക്കണം. ഞാൻ പാപം ചെയ്തുകൊണ്ട് ഞാൻ മരിക്കണം, നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് നിങ്ങൾ മരിക്കണം. ഈ ജഡമരണത്തെ കുറിച്ചല്ല പറയുന്നത്, അത് സകല മനുഷ്യരും മരിക്കും. അതല്ല, പിന്നെയോ ആത്മമരണം. ആത്മമരണം എന്ന് വെച്ചാൽ ആത്മാവുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ ആത്മാവ് എവിടെ പോകും? തന്റെ പാപം ചെയ്ത ദേഹി നിത്യ നരകത്തിലേക്ക് പോകും. അവിടെ പട്ടുമത്തെ അല്ല കേട്ടോ, അവിടെ ഗന്ധകവും തീയും കത്തുന്ന പുകയുള്ള ചൂടുള്ള നിത്യ നരകമാ. ചാകാത്ത പുഴുക്കൾ അവിടെ ഉണ്ട്. അവിടെ ദാഹിച്ചാൽ വെള്ളം കിട്ടത്തില്ല. അത് അവിടുത്തെ 1 മണിക്കൂർ, 1 ദിവസമോ 1 വർഷമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാം. നോ, ഒരു നിത്യത മുഴുവനും ആ നിത്യ നരകത്തിനകത്ത് നാം വസിക്കണം. അവിടെയാണ് മനുഷ്യനുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കൃപ ഉദിച്ചത്. ദൈവം മനുഷ്യനായി വന്ന് ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു, ദൈവ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചു, എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നോക്കണമേ, തന്നെ ആ കാൽവരി കുരിശിൽ തന്റെ കൈകളെ 6 ഇഞ്ച് നീളമുള്ള മുള്ളാനുകൊണ്ട് അടിച്ച് തറയ്ക്കുമ്പോഴും ചാട്ടവാറുകൊണ്ട് തന്റെ ശരീരത്തെ ഉഴവുചാലുപോലെ
പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമ്മളോട് ഒരു വ്യക്തി ദ്രോഹം ചെയ്താൽ കത്തിയെടുത്തവനെ കുത്താനല്ല ദൈവം പഠിപ്പിച്ചത്, അവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നമുക്ക് കാണുവാൻ സാധിക്കുമോ? മാത്രമല്ല, ആ യേശു സകല മാനവരാശിയുടെയും പാപത്തെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിയിൽ എന്നേക്ക് പരമയാഗമായി തീർന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കാൽവരിയിൽ യാഗമായി തീർന്നത് തന്റെ പാപം നിമിത്തമല്ല. തന്റെ പരസ്യ ശുശ്രൂഷകളിൽ താൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തും? യേശുവിൽ പാപമില്ലായിരുന്നു, എന്നാൽ പാപമില്ലാത്തവനെ, പാപമറിയാത്തവനെ വിശുദ്ധ വേദവസ്തം പറയുന്നു ദൈവം പാപമാക്കി. എങ്ങനെ പാപമാക്കി? എന്റെയും നിങ്ങളുടെയും പാപത്തെ ആ യേശുവിന്റെ ശരീരത്തിന് മേൽ ദൈവം ചുമത്തിയിട്ട് ആ പാപത്തിന് പരിഹാരമെന്ന വണ്ണം ആ യേശുവിനെ യാഗമായി തീർക്കുവാനിടയായി തീർന്നു. എന്തിന്? ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നിത്യ നരകത്തിൽ അകപ്പെട്ട് ആ നിത്യനരകം അവകാശമാക്കാതെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിന്റെ പരമയാഗമായി മാറ്റുവാനിടയായി തീർന്നു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടെടുപ്പുണ്ട്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിക്കുന്നു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അവൻ ശുദ്ധീകരിക്കുന്നു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദിവ്യ സമാധാനമുണ്ട്. അവന്റെ എണ്ണമില്ല പാപങ്ങൾ കഴുകി അവനെ ആ പാപസമാനത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നു. ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി പ്രാപിച്ചവൻ ഇന്നലകളിൽ അവൻ കോപിക്കുന്നവനായിരുന്നു. ഇന്നലകളിൽ അവൻ കുടുംബത്തിന് ഒരു തലവേദനയായിരുന്ന വ്യക്തിയായിരുന്നു. സമൂഹത്തിന് വേദനയുള്ളവനായിരുന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവനായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശ്വാസം മൂലം ആ പാപങ്ങൾക്ക് കഴുകി പ്രാപിച്ച് ജലാശയം എന്ന കല്ലറയിൽ തന്റെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് ഒരു പുതു മനുഷ്യനായി പുറത്തു വരുമ്പോൾ അവനിൽ പാപമില്ല. അവനിൽ മാറുന്ന സ്വഭാവത്തിന് മാറ്റം വരുന്നു. അവൻ പഴയ പോലെ ആ ശരീരത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും തന്റെ സ്വഭാവത്തിന് മാറ്റം വരികയാണ്. പഴയ പോലത്തെ ദേഷ്യം തനിക്കില്ല. പഴയ പോലത്തെ മദ്യപാനം തനിക്കില്ല. തന്നെ കാണുന്നവർ മൂക്കത്തെ വിരൽ വയ്ക്കുകയായി ഇവൻ തന്നെയല്ലേ അവൻ? കഴിഞ്ഞ നാളുകളിൽ കടത്തുമേൽ കടന്നുറങ്ങിയവൻ, മറ്റുള്ളവരെ ദ്രോഹിച്ചവൻ, ഇവൻ എങ്ങനെ മാറ്റം സംഭവിക്കാനിടയായി തീർന്നു? ഞങ്ങളെ നോക്കി ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇതൊക്കെയാ പറയുന്നത്. ഇതൊരു പ്രത്യേക വിഭാഗക്കാർ അടങ്ങിയ കൂട്ടായ്മയല്ല പ്രിയ സഹോദരങ്ങളെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഷിഹാബുദ്ദീനുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലുമീനുണ്ട്, ഷമീറുണ്ട്, വിൽഫ്രോഡുണ്ട്, സാമുണ്ട്, രതീഷുണ്ട്, വേലായുധനുണ്ട്, മീനാക്ഷി അമ്മയുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. അവരൊക്കെയും വിവിധ മേഖലകളിൽ ജീവിച്ചിരുന്നവരാണ്. പലരും ആത്മഹത്യ ചെയ്യുവാൻ പുറപ്പെട്ടവരാണ്. പലരും സമൂഹത്താൽ വെറുക്കപ്പെട്ടവരാ. പലരും ജയിലറെ കഴിഞ്ഞവരാ. എന്നാൽ ഈ സന്ദേശം അവരെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പൽക്കാലം ഈ സന്ദേശം ഇന്നലകളിൽ ഇവിടെ ഉരുവായതല്ല. 2000 വർഷമായി ഭൂമിയുടെ എല്ലാ മേഖലകളിലും ഈ സന്ദേശം ഘോഷിക്കപ്പെടുന്നു. അനേക കൊടും കുറ്റവാളികൾ അവരുടെ പാപം ഉപേക്ഷിച്ച് ഇതിന്റെ പ്രചാരകന്മാരായി തീർന്നു. അനേക രാജാക്കന്മാർ ഇതിന്റെ മുന്നിൽ മുട്ടുമടക്കി ഇതിനെ തടയിടുവാൻ പലരും എഴുന്നേറ്റവരെല്ലാം ഈ മാർഗത്തിന്റെ ഉപദേശകരായി തീർന്നു. എന്തെന്നാൽ ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ സുവിശേഷമാണ്. ഈ സുവിശേഷ മാർഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഏത് വിഭാഗത്തിൽ ജീവിക്കുന്നവരോ ഞങ്ങൾ അറിയുന്നില്ല. എന്ത് വിഷയമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ഞങ്ങൾ അറിയുന്നില്ല. ഈ ജീവിതം മതിയായെന്ന് ചിന്തിക്കുന്നവരാണോ? അരുതേ, ആത്മഹത്യ ചെയ്യരുത്. 3 വട്ടം ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയ വ്യക്തിയാണ് നിങ്ങളോട് പറയുന്നത് ആത്മഹത്യ ചെയ്യരുത്. നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ആരും നിന്നെ സ്നേഹിക്കാനില്ല എന്നുള്ള വിഷമം നിങ്ങളിലുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദര, നീ വിഷമിക്കണ്ട. നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. അയ്യോ, ഈ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് മുക്തി പ്രാപിക്കാൻ സാധിക്കുന്നില്ല. രാവിലെ ബെഡ് കോഫിക്ക് പകരം മദ്യം ഉപയോഗിച്ചിരുന്ന വ്യക്തിയാ നിങ്ങളോട് പറയുന്നേ നിന്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇന്ന് തൽക്കാലം ഞങ്ങൾ അനുഭവിച്ച സത്യത്തിൽ നിന്നും ഈ ദേശനിവാസികളോട് വിളിച്ചു പറയുന്നു, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്.
ഞങ്ങളെ രക്ഷിച്ച ദൈവം നിങ്ങളെയും രക്ഷിക്കാൻ സർവശക്തനായ ദൈവമാണ്. ആകാൽ ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മുടെ തലകളെ വണക്കാം. യേശുവേ, നീ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രക്തത്താൽ ഒന്ന് കഴുകണമേ, ഞങ്ങളെ ഒന്ന് കഴുകണമേ. ഈ പാപ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു നല്ല സ്വഭാവം കാഴ്ചവെക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പിതാവായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. ആ പഴയ മനുഷ്യനെ ഞാൻ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ജലാശയം എന്ന കല്ലറ കുഴിച്ചിട്ട് ഒരു പുതു മനുഷ്യനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ജീവിതത്തിന് തൊടണമേ. എന്റെ ഭവനത്തിനകത്തൊന്ന് വരണമേ. എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. എന്റെ ഇരുന്ന് മാറി എന്റെ ഉള്ളിൽ ഒരു പ്രകാശം വരുത്തണമേ ദൈവമേ. ഇന്ന് തൽക്കാല ദൈവത്തിന്റെ സ്ഥിതിനാഥ് മുട്ടുമടക്കുക. നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെയും രക്ഷിക്കാൻ സർവശക്തനായ ദൈവം എന്തെന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നാമോ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു എന്ന നാമമല്ലാതെ. ആകെ പുതുക്കുളം ദേശനിവാസികളെ, അവങ്കലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീൻ. അവൻ മാത്രം ദൈവം. ഞങ്ങളുടെ പ്രസംഗത്തിലൂടെ ഞങ്ങൾ അടിവരയിടുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ അതിൽ ഏത് വിഷമത്തിൽ കൂടെ കടന്നു പോകുന്നു ഞങ്ങൾക്കറിയുന്നില്ല. ഇന്ന് തൽക്കാലം ഈ സന്ദേശം നിങ്ങളെ സൗഖ്യമാക്കുന്ന സന്ദേശമാണ്, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ്, നിങ്ങളെ വ്യതിയാനം വരുത്തുന്ന സന്ദേശമാണ്. ഈ സന്ദേശത്തിന്റെ നിന്ന് മുട്ടുമടക്കിക്ക് പുനലൂർ പ്രദേശത്ത് നിന്ന് ദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നത് അല്ലല്ല, ദൈവ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദേശത്ത് ഞങ്ങൾ വന്നത്. ഇന്ന് തൽക്കാലം ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന, ജീവിതം മതിയായി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദര സഹോദരി, ജീവിതം മതിയായി എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഓർത്തു, നിനക്ക് വേണ്ടിയാണ് ഈ ദേശത്ത് ഞങ്ങൾ വന്നത്. ഈ സുവിശേഷം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. മുട്ടുമടക്കാമോ? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്തദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പുതുക്കുളം ദേശനിവാസികളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ജീവിതത്തെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി ജീവിപ്പാൻ, അപ്പനും അമ്മയ്ക്കും നല്ലൊരു മകനായി, മക്കൾക്ക് നല്ലൊരു മാതൃകയുള്ള അപ്പനായി, മക്കൾക്ക് നല്ല മാതൃകയുള്ളൊരു അമ്മയായി ജീവിക്കാൻ ഞങ്ങളുടെ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവരെ നീ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തിയ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനം തന്ന, ഞങ്ങളുടെ യൗവനം മറ്റുള്ളവർ തുച്ഛീകരിപ്പാൻ ഇടയാക്കാതെ അനേകരുടെ ജീവിതത്തിന്റെ അകത്തൊരു അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ ഞങ്ങളെ ഉപയോഗിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഈ ദേശത്ത് ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ അനുഭവങ്ങളോട് പരിചയപ്പെടുത്തി ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കരുവും നിന്റെ സാന്നിധ്യവും അവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു കൊലപാതകത്തിന്റെ വാർത്തയോ ഒരു ആത്മഹത്യയുടെ വാർത്തയോ ഇനിമേലാൽ ഈ ദേശത്ത് കേൾക്കാതിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ സുവിശേഷവുമായി യേശു കർത്താവുമായി ഞങ്ങൾ ഈ ദേശത്ത് വന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യാപാരി വ്യവസായികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സകല പ്രിയപ്പെട്ടവരെയും ഈ സുവിശേഷ സന്ദേശം, ബോധവൽക്കരണ സന്ദേശം കേട്ട എല്ലാവരെയും ഞങ്ങൾ മനസ്സു തുറന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം നൽകുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. ദേശമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. God bless you all.